ഒരു ചങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ റീലുകളാക്കി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അഭിലാഷ് പ്ലാവടിയും ലെവിൻ പൗലൂസും. അതെ അതെ, അവരുടെ വിശേഷങ്ങളിലേക്ക്. ഹലോ ഗായ്സ്, വാട്സ്ആപ്പ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് 24-ലാണ്. അഭിലാഷ് പ്ലാവടിയും ലെവിൻ പൗലൂസും എറണാകുളം പിറവത്തെ ഈ പിള്ളേരാണ് സോഷ്യൽ മീഡിയയിലെ ഇന്നത്തെ താരങ്ങൾ. ഞങ്ങളുടെ വീഡിയോ നിങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒരു സാധാരണ ഒരു വീഡിയോയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ. ഞങ്ങളുടെ ലൈഫ് തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ. അപ്പൊ നമ്മള് കനാലിലെ വെള്ളത്തിൽ നിന്ന് തണ്ണിമത്തം കഴിക്കുവാണ്. കൊല്ലും കൊലയും ലഹരിയുമൊക്കെ കണ്ട മനസ്സ് മരവിച്ചിരിക്കുന്ന മലയാളിയുടെ സോഷ്യൽ മീഡിയ ഫീഡിലേക്ക് അഭിലാഷിന്റെയും ലെവിന്റെയും മാസ് എൻട്രി ആയിരുന്നു. വീടിന് മുന്നിലെ കനാലും റബ്ബർ തോട്ടവുമൊക്കെ വീഡിയോകൾക്ക് പശ്ചാത്തലം. ക്രീം ബണ്ണും പരിപ്പുവടയും കട്ടൻ കാപ്പിയുമൊക്കെ പരസ്പരം പങ്കുവെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ. ആ നിഷ്കളങ്കതയ്ക്ക് കൈയടിക്കുന്ന മലയാളിയും. അടിപൊളി ക്രീം ബണ്ണ ഗൈസ്, അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ ക്രീം ബണ്ണൊക്കെ മേടിച്ച് കഴിക്കാം. അപ്പം ഞാൻ ഓർത്തില്ലായിരുന്നു ഞങ്ങൾ വൈറലായിട്ട് ഇത്രയും വലിയൊരു ചാനലിൻ്റെ ഒക്കെ മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് കുറച്ച് കളി കഴിയുമ്പോൾ ട്രെൻഡ് മാറി ഞങ്ങൾ ഔട്ടായി പോയി, പുതിയ ആൾക്കാരൊക്കെ വരും, അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അഭിലാഷിന്റെ മാതൃ സഹോദരിയുടെ മകനാണ് ലെവിൻ. തൊട്ടടുത്ത വീടുകൾ. മൊബൈലുമായി പറമ്പിലൂടെ നടന്ന മക്കളെ വഴക്കു പറഞ്ഞിരുന്ന വീട്ടുകാർക്കിന്ന് അഭിമാന നിമിഷം. ഞാനും അവന് ഒത്തിരി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ. എടാ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അമ്മ നോക്കിക്കോ എന്ന് എന്നോട് അന്നേരം പറയുമായിരുന്നു. അമ്മ നോക്കിയോ, അമ്മയും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്നോട് പറയുമായിരുന്നു. ഇപ്പം എനിക്ക് ഒത്തിരി ഹാപ്പിയായി. ഇതുപോലെ സന്തോഷിക്കുക, ജീവിതത്തെക്കുറിച്ച് ജീവിതം അടിച്ചു പൊളിക്കുക. അതായത് ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ദ്രോഹിക്കാതെയും, ആരെയും എന്നാ പറയണേ മാനസികമായിട്ട് തളർത്താതെയും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. പിന്നെ അഭിലാഷ് 10 വരെ പോയി കഴിഞ്ഞ് പിന്നെ പുള്ളി ഫോണിൽ തന്നെയായിരുന്നു. അപ്പോൾ ഫോണിൽ തന്നെ ആയിരുന്നപ്പോൾ അഭിലാഷിനോട് വഴക്കൊക്കെ പറയാറുണ്ട്. ഫോണിൽ തന്നെ ഇരുന്ന ജീവിതം പോകൂല. പിന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് വൈറലായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുൾ സപ്പോർട്ടൊക്കെയാണ് തന്നെ. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയകളിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന വിദ്യ ഇരുവർക്കും അറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പൈസ ഒക്കെ കിട്ടി തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും കിട്ടണില്ല. പിന്നെ എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഇല്ല. എന്താ അത് ഞാനും ചിന്തിക്കാറുണ്ട്, പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെ പൈസ കിട്ടണേന്ന്. കണ്ടന്റ് ക്രിയേഷനിൽ ഉയരങ്ങൾ കീഴടക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. ആദ്യ ആഗ്രഹം വീട്ടിലൊരു TV വാങ്ങുക എന്നതാണ്. വർഷങ്ങൾ മുന്നേ കേടായതാണ് 2 വീട്ടിലെയും TV-കൾ. കിട്ടുന്ന പണമൊക്കെ കൂട്ടിവെച്ച് അടച്ചുറപ്പുള്ളൊരു വീട് പണിയണമെന്ന സ്വപ്നവും മനസ്സിലുണ്ട്.